ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജംഷഡ്പൂർ FC ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിൽ സൂപ്പർ താരം നോവ സദോയ് ഇറങ്ങിയിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ പെർഫോമൻസിന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഇന്നലത്തെ മത്സരത്തിൽ 7 തവണയാണ് നോവ സദോയ് ഡ്രിബിൾ ചെയ്യാൻ ശ്രമിച്ചത്. ആ 7 തവണയും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 21 തവണ അദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നും പന്ത് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. നോവ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാലൻസ് ഇല്ലാതാക്കി എന്നാണ് ചിലർ ഇപ്പോൾ ആരോപിക്കുന്നത്. നോവ ഉള്ളത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതലായിട്ട് അദ്ദേഹത്തെ ആശ്രയിച്ചാണ് കളിക്കുന്നത്. എല്ലാ താരങ്ങളും അദ്ദേഹത്തിലേക്ക് പന്ത് എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് ക്ലബിൻ്റെ ക്രിയേറ്റിവിറ്റിയെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത്. നോവ ഉള്ളത് കൊണ്ട് തന്നെ അഡ്രിയാൻ ലൂണക്ക് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ വളരെയധികം ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സിൽ ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഒരു ആരാധകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: നോവയെ ടീം ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് യാതൊരുവിധ സ്ഥിരതയും ഇല്ല. അദ്ദേഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് താരങ്ങൾ എല്ലാവരും അദ്ദേഹത്തിലേക്ക് മാത്രം പന്ത് എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഓപ്ഷനുകൾക്ക് വേണ്ടി ആരും തന്നെ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടീമിനകത്ത് ഒരു സമ്പൂർണ്ണമായ അഴിച്ചുപണി ഇപ്പോൾ ആവശ്യമാണ്. ലൂണ, ജീസസ് എന്നിവർ ഒഴികെയുള്ള എല്ലാ വിദേശ താരങ്ങളെയും ക്ലബ്ബ് ഒഴിവാക്കേണ്ടതുണ്ട്. ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതിനോട് യോജിച്ചുകൊണ്ട് മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ടീമിൻ്റെ ഗെയിം സ്റ്റൈൽ, ആ ഒരു കളിശൈലി പൂർണ്ണമായും മാറ്റുക എന്നുള്ളതാണ്. നോവയെ മാത്രം ആശ്രയിച്ച് കളിക്കുന്നത് ഒരിക്കലും ടീമിന് ഗുണകരമാവില്ല. അത് പൂർണ്ണമായും മാറേണ്ടതുണ്ട്. ഇതാണ് ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നോവയെക്കുറിച്ച് FC ഗോവയുടെ ഒരു ആരാധകൻ തൻ്റെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഗോവ ആരാധകർ ഈ പ്രശ്നം അത് മുന്നേ ഉന്നയിച്ചതാണ്. സീസൺ അവസാനിക്കുമ്പോൾ നോവക്ക് മികച്ച കണക്കുകൾ അവകാശപ്പെടാനുണ്ടാകും. പക്ഷേ അദ്ദേഹം ടീമിൻ്റെ സ്ഥിരതയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലത്തെ മത്സരം തന്നെ എടുത്തു നോക്കൂ. അദ്ദേഹത്തിന് ഒരു ഡ്രിബിൾ പോലും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 21 തവണ പന്ത് നഷ്ടമാവുകയും ചെയ്തു. ഇത് നോവ സദോയ് എന്ന ആ ഒരു താരത്തോടുള്ള ഹേറ്റൊന്നുമല്ല, മറിച്ച് ഇതൊരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. ഇതാണ് ഗോവയുടെ ഒരു ആരാധകൻ തൻ്റെ അഭിപ്രായമായി കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ നോവയെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് ആരാധകർ ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന താരം നോവ സദോയിയാണ്. ടീമിൻ്റെ മോശം പ്രകടനത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം നന്നായി കളിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നോവയെക്കുറിച്ച് ഒരു വിഭാഗം ആരാധകർ വാദിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.